ഞാൻ ഈ റീസെന്റ് ടൈംസ് കണ്ട സിനിമകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ ത്രില്ലർ പടമാണിത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല കിഡിലം പടം. സ്റ്റാർട്ട് ടു എൻഡ് നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്താന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലൊരു പടം. ഇന്ത്യയിൽ നടന്നിട്ടുള്ള റിയൽ ഇൻസിഡന്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെയൊക്കെ ഇങ്ങനെയുള്ള ഭയാനകമായ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ബീജിയും കുത്തിക്കയറ്റി TRP റേറ്റിംഗിന് വേണ്ടി അവർ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കതിന്റെ ഭീകരത മനസ്സിലാവണമെന്നില്ല. സിനിമ ഡിജിറ്റലി അവൈലബിൾ ആണ്. സ്റ്റോളൻ എന്നാണ് സിനിമയുടെ പേര്. ട്രെയിലർ പോലും കണ്ടു നോക്കാതെ സിനിമ കണ്ടു നോക്കിയോ, ഇഷ്ടപ്പെടും. ഓരോ ക്യാരക്ടറുമായിട്ടും ആ ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരോടൊപ്പം ട്രാവൽ ചെയ്യുന്ന പോലെ, നമ്മൾ അവരോടൊപ്പം ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അധികം പറഞ്ഞ് നീട്ടുന്നില്ല. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ. പടത്തിന്റെ തുടക്കത്തിൽ രാജസ്ഥാനിലെ റൂറൽ ഏരിയയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ജുംബയും ചമ്പയും. തന്റെ കുഞ്ഞ് ചമ്പയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടന്നുറങ്ങുവാണ് ജുംബ. രാത്രി സമയമാണ്. സ്റ്റേഷനിൽ അത്യാവശ്യം ആളുകളുണ്ടെങ്കിലും പലരും ഉറക്കത്തിലാണ്. മറ്റു ചിലർ അവരുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ നിൽക്കുന്നു. ഈ അവസരം മുതലാക്കി ജുംബയുടെ അടുത്തേക്ക് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ വരുന്ന ഒരു സ്ത്രീ പുള്ളിക്കാരിയുടെ മകൾ ചമ്പയെ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം. ഓടിപ്പോണ പോക്കിൽ അതേ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന രാമൻ എന്നൊരു വ്യക്തിയുമായി പുള്ളിക്കാരി കൂട്ടിയിടിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിന്റെ തലയിൽ വെച്ചിരുന്ന തൊപ്പി താഴെ വീണു. രാമനാവട്ടെ, ഏയ് എന്താ ഇത്, നിങ്ങളിത് എങ്ങോട്ടാ ഓടുന്നേ, ദേ കൊച്ചിന്റെ തൊപ്പി താഴെ വീണു, ഇത് വേണ്ടേ? ആ സ്ത്രീ തിരിഞ്ഞു പോലും നോക്കാതെ ഒരു ഒറ്റ ഓട്ടം. അവിടെ കട്ട് ചെയ്താൽ റെയിൽവേ സ്റ്റേഷന് പുറത്ത് നമ്മുടെ രാമനെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന അവന്റെ ബ്രദറിനെയാണ് കാണിച്ചു തരുന്നത്. ഇദ്ദേഹമാണ് ഗൗതം. ഇവരുടെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ അമ്മയുടെ അടുത്ത വിവാഹമാണ്. അതിലേക്ക് രാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഗൗതം. ഇന്നേരമാണ് ജുംബ എണീക്കുന്നത്. ഇത്രയും നേരം തന്റെ അടുത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ കാണാനില്ല. ആകെ അങ്ങ് വെപ്രാളപ്പെട്ട് പേടിച്ച് പുള്ളിക്കാരി അവിടെ മൊത്തം കുഞ്ഞിനെ നോക്കുന്നുണ്ട്. നോക്കി ചെല്ലുമ്പോൾ കുഞ്ഞിന്റെ ക്യാപ്പ് ദേ നമ്മുടെ രാമന്റെ കയ്യിലിരിക്കുന്നു. ഒരൊറ്റ ഓട്ടം ഓടി അവന്റെ അടുത്ത് നിന്ന്, സത്യം പറടാ, എന്റെ കുഞ്ഞെവിടെ, എന്റെ കുഞ്ഞിനെ നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് ബഹളം വെക്കാണ്. ഉടനെ ആള് കൂടി ആകെ ബഹളമായി. നമ്മുടെ രാമനല്ല കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്, അതുമായിട്ട് അവന് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും അപ്പുറത്തൊരു പെണ്ണ് നിന്ന് ഇങ്ങനെ പറയാണല്ലോ, എന്റെ കൊച്ചിന്റെ ക്യാപ്പ് ഇവന്റെയിലുണ്ട്, കൊച്ചിനെ ഇവൻ തട്ടിക്കൊണ്ടുപോയതാണെന്നൊക്കെ. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ രാമനെതിരെ തിരിഞ്ഞ് ഇവൻ തന്നെയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്, ഇവന്റെ ആളുകളാണെന്ന് പറഞ്ഞ് രാമനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ബഹളമൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗൗതം പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കേറി ചെല്ലുന്നത്. ഏതാ സംഭവം ആ ബഹളത്തിനിടെ തന്നെ തന്റെ ബ്രദറിനോട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഗൗതം എങ്ങനെയെങ്കിലും അവനെ തല്ലാൻ ശ്രമിക്കുന്ന, അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ പിടിച്ചു മാറ്റാനും ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്നു. അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചപ്പോൾ നമ്മുടെ രാമൻ, സർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഞാൻ ഇപ്പോൾ ട്രെയിൻ ഇറങ്ങി ഇവിടെ നിൽക്കുമായിരുന്നു, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോയി കുത്തിയിട്ടു. പിന്നെ ആ കാണുന്ന കടയില്ലേ, ആ പുള്ളിക്കാരനല്ലേ, ആളുടെ അടുത്തുനിന്ന് ഞാൻ ഒരു ബിസ്ക്കറ്റും വാങ്ങി, വേണേ അയാളോട് ചോദിച്ചു നോക്ക്. ബ്രദർ, കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളുടെ കടയിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിയില്ലേ, അന്നേരം എൻ്റെ കയ്യിൽ ഇവരുടെ കുഞ്ഞു വല്ലതും ഉണ്ടായിരുന്നോ? ആ കടയിൽ നിൽക്കുന്ന പയ്യനും, ഇല്ല, നിങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങി, നിങ്ങളുടെ കയ്യിൽ കുഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇത് കേട്ടത് നമ്മുടെ ജുംബ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ചങ്ങ് വീണു പോവാണ്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതും രാമനുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. പോലീസുകാരൻ അവിടെ കൂടുന്ന ആളുകളോടൊക്കെ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. നമ്മുടെ ഗൗതവും രാമനും ഈ ഒരു അവസരത്തിൽ അവിടുന്ന് തിരികെ പോകാൻ തുടങ്ങുമ്പോൾ പോലീസുകാരൻ ഇവരോട്, ഹലോ, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, നിന്റെ എങ്ങനെയാ കൊച്ചിന്റെ ക്യാപ്പ് വന്നേ? അത് സാർ, ഞാൻ ട്രെയിൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ അവരുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയ ആ സ്ത്രീ ഓടി വന്ന് എന്റെ മേത്തിടിച്ചു. ആ സമയത്താണ് കൊച്ചിന്റെ ക്യാപ്പ് താഴെ പോയത്. അങ്ങനെയാണോ? ഈ കേസിൽ ഒരേ ഒരു വിറ്റ്നസ് നീയാണ്. ആ സ്ത്രീയെ നീ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് നിനക്ക് പോകാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചേ പറ്റത്തുള്ളൂ, വെയിറ്റ് ചെയ്യണം എന്നിങ്ങനെ പോലീസുകാരൻ പറഞ്ഞതോടെ ഗൗതമും രാമനും ആകെ തിരക്കിലായിരുന്നെങ്കിലും ഇവർക്ക് ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഗൗതമനാണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നാൽ മതിയെന്നുള്ളൂ. കാരണം ഇവർക്ക് വേണ്ടി അമ്മ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. രാമനാവട്ടെ വീട്ടിൽ പോകണമെന്നുണ്ട്. എന്നാൽ അതേസമയം ജുംബയുടെ അവസ്ഥ കാണുമ്പോൾ വല്ലാതെ അങ്ങ് പാവവും തോന്നുന്നു. ഇവൻ കണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പോലീസിന് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ ഇവന് അവളെ സഹായിക്കാൻ പറ്റിയേക്കും. അതുകൊണ്ട് പോലീസിനോട് സഹകരിക്കാമെന്ന് തീരുമാനിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് നമ്മുടെ രാമൻ ടോയ്ലറ്റിലേക്ക് കയറിയപ്പോൾ മറ്റൊരു സൈഡിലിരുന്ന് ജുംബ കരയുന്നത് കേൾക്കാം. അവൾ ആരെയോ ഫോൺ ചെയ്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അവളുടെ കുഞ്ഞിനെ ആരോ കൊണ്ടുപോയി, കുഞ്ഞില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ട്രെയിന് മുന്നിൽ ചാടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതും കൂടെ കേട്ടതോടെ രാമൻ ഒരുമാതിരി അങ്ങായിപ്പോയി. എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഇവന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ജുംബയുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാവട്ടെ, ഇവളായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ചമ്പയെ കണ്ടുപിടിക്കാൻ പറ്റൂ. പോലീസ് സഹായിക്കുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. സത്യമാണ്, അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവളായിട്ട് മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവൾ വെറും ഒരു സാധാരണക്കാരിയാണ്, പൊളിറ്റീഷ്യൻ അല്ല, സെലിബ്രിറ്റി അല്ല. ഇവൾക്ക് എന്ത് സംഭവിച്ചാലും അത് ഇവളെ മാത്രമേ അഫക്ട് ചെയ്യുന്നുള്ളൂ. സോ പോലീസ് കണ്ടുപിടിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. തുടർന്ന് ജുംബ അവിടെ ചായക്കട നടത്തുന്ന പയ്യന്റെ അടുത്ത് നിന്ന്, സത്യം പറ, നീ അവളെ കണ്ടില്ലേ? അവൾ ഈ വഴിയല്ലേ ഓടിപ്പോയത്? അതിന് അവന്റെ മറുപടിയോ, ഏയ് ഞാനൊന്നും അവരെ കണ്ടില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി ചോദിക്കുക എന്നും പറഞ്ഞിട്ട് അവന്റെ ഫോൺ എടുത്ത് മാറ്റി വെക്കുന്നത് കാണാം. ഇക്കാര്യം നമ്മുടെ രാമനും ശ്രദ്ധിക്കുന്നുണ്ട്. ജുംബ നേരെ രാമന്റെ അടുത്ത് നിന്ന് അവരെ പറ്റി എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയോ, അവരെങ്ങോട്ടാ ഓടിപ്പോയെ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ, സംസാരിച്ച് എന്തെങ്കിലും കേട്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രെയിൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ ആ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് ഓടി വരുന്നു, എന്നെ ഇടിക്കുന്നു പോകുന്നു. പിന്നെ അവരുടെ ഷോൾ ഗ്രേ കളറായിരുന്നു, പിന്നെ നീളമുള്ള മൂക്കാണ് അവർ
മാർക്കെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശരിക്കും കണ്ടില്ല, ബട്ട് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ജുംബ പ്ലീസ് നിങ്ങൾക്ക് ഇനി ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ രാമൻ സഹായിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഗൗതം കയ്യിലുണ്ടായിരുന്ന കുറച്ച് നോട്ട് എടുത്ത് അവൾക്ക് കൊടുക്കുവാണ്. എന്നാൽ ഇത് വെച്ചോ, ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. രാമൻ ഗൗതമിനെ തടഞ്ഞു. ചേട്ടാ എന്താ ഇത്? അവർ പൈസയല്ല ചോദിച്ചത്. അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെ പെരുമാറാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാം. ശേഷം പോലീസ് വന്നു. രാമനോടും ഗൗതമിനോടും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. രാമൻ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആക്ച്വലി ഇവനൊരു ഫോട്ടോഗ്രാഫറാണ്. പല മാഗസീൻസിനൊക്കെ വേണ്ടി ഫ്രീലാൻസിങ് ചെയ്ത് അങ്ങനെ പോകുന്നു. ഇതേ സമയം നമ്മുടെ ജുംബയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ട് ആ ചായക്കടയിലെ പയ്യന്റെ പുറകെ പുള്ളിക്കാരി കയറി പോകുന്നുണ്ട്. അവനൊരു പാസേജ് വേയിലേക്ക് കയറിയിട്ട് ആരെയോ ഫോൺ ചെയ്തിട്ട് എന്തോ പൈസയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം ഇവിടെ രാമനോടും ഗൗതമിനോടും പോലീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ ഗൗതം എത്രയും വേഗം ഇവർക്ക് വീട്ടിൽ പോകണം, കല്യാണമുണ്ട്, ഇവരുടെ അമ്മയുടെ കല്യാണം ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരന്മാരെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാലും ഇപ്പോൾ പോകാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. അല്ല മിസ്റ്റർ രാമൻ, നീ ഈ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എന്ത് ചെയ്യുമായിരുന്നു? സാർ ഇതെന്ത് ചോദ്യമാണ് സാർ, റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ എന്താ ചെയ്യുക? ഉടനെ പോലീസുകാരൻ പറയടാ എന്താ ചെയ്യുക, എന്തുവാടാ നോക്കുന്നേ, ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായിട്ട് മറുപടി പറ, ഈ സമയം നീ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഉടനെ ഗൗതം ഇടയ്ക്ക് കയറി സാർ അവന് ഫ്ലൈറ്റ് മിസ്സായി, അതുകൊണ്ട് ട്രെയിനിന് വന്നു, അമ്മയുടെ കല്യാണമാണ്, മിസ് ചെയ്യാൻ പറ്റത്തില്ല, പ്ലീസ് ഞങ്ങളെ പോകാൻ വിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ജുംബതേ ചായക്കടക്കാരൻ ചെറുക്കനെ ഓടിച്ച് അതുവഴി വരുന്നു. പോലീസ് അവനെ പിടിച്ചു നിർത്തി. ഇവന്റെ ആളുകളാണ് തന്റെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തതെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ബഹളം വെച്ചപ്പോൾ ആദ്യം അവൾക്ക് ഭ്രാന്താണെന്ന് കരുതി എല്ലാവരും. കുറച്ചു നേരം മുമ്പ് രാമനാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി, ഇപ്പൊ ചായക്കടക്കാരനാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. എന്നാൽ ഇടയ്ക്ക് ആ ചായക്കടക്കാരൻ ഫോൺ എടുത്ത് മാറ്റി വെക്കുന്നു നമ്മുടെ രാമൻ കണ്ടിരുന്നല്ലോ. അപ്പോഴേ പുള്ളിക്കാരൻ അവനെ ഡൗട്ട് അടിച്ചതാണ്. സോ രാമനും ജുംബ പറയുന്നതിൽ എന്തെയോ കാര്യമുണ്ട്, ഇവൻ ലാസ്റ്റ് വിളിച്ച നമ്പറിലൊന്നും തിരിച്ചു വിളിച്ച് നോക്കാന്ന് പറഞ്ഞു. കള്ളി വെളിച്ചത്താകുമെന്നായതോടെ ചായക്കടക്കാരനുള്ള കാര്യം തുറന്നു പറയുവാണ്. അതായത് എവിടുന്നോ വന്ന ഒരു സ്ത്രീ അവര് പണമൊക്കെ കാണിച്ച് ഇവനെ വശത്താക്കിയിട്ട് ഇതുപോലെ ആരെങ്കിലും കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്റ്റേഷനിൽ വരുവാണെങ്കിൽ ആള് കുറവുള്ള സമയത്ത് അവരെ ഇൻഫോം ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു. ജുംബ ഈ രാത്രി സമയം കുഞ്ഞിനെയും കൊണ്ട് വന്നത് ഇവനാണ് അവരെ ഇൻഫോം ചെയ്തത്. അതായത് കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോയ ആ പുള്ളിക്കാരെ ഇൻഫോം ചെയ്തത്. അങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്ന ഓരോ കുഞ്ഞിനും ഇത്ര രൂപ കമ്മീഷൻ കൊടുക്കാമെന്നായിരുന്നു അവർ തമ്മിലുള്ള ഡീല്. ചായക്കടക്കാരൻ ആദ്യമായി കിഡ്നാപ്പേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് നമ്മുടെ ജുംബയുടെ മകളെ പറ്റിയാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ അവൻ പിടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോയി വിശദമായിട്ട് കുടഞ്ഞു. ഉള്ള സത്യങ്ങളൊക്കെ അവൻ തുറന്നു പറഞ്ഞു. അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ വിശദമായി അവൻ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് പോലീസുകാരാവട്ടെ എന്നാൽ ഇനിയിപ്പോൾ നാളെ ബാക്കി അന്വേഷിക്കാം, FIR ഇടണം, കുറെ പ്രൊസീജിയേഴ്സ് ബാക്കി കിടപ്പുണ്ടെന്ന്. ഈ തീരുമാനം ജുംബ ചോദ്യം ചെയ്തു. പോലീസ് എന്ത് ചെയ്തിട്ടും സമ്മതിക്കുന്നില്ലെന്നായപ്പോൾ നമ്മുടെ ഹീറോ രാമനും ഇടപെട്ടു. ഇത് ശരിയല്ല, അന്വേഷിച്ചു പോകണം, കുഞ്ഞിന് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് കുഞ്ഞിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു ബഹളം വെച്ചപ്പോൾ പോലീസ് ഇവരും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ പോലീസിന് ഇതിന് മാത്രം ആത്മാർത്ഥതയുള്ളന്നേ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർ സാധാരണ ആളുകളല്ലേ എന്നുള്ളൊരു തോന്നലാണ്. എന്തൊക്കെയാണെങ്കിലും രാമൻ ഇത്രയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ, ജുംബെ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ പോലീസുകാരെ ശരി പോയി അന്വേഷിച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. ഗൗതമിന് ഇത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എത്രയും വേഗം വീട്ടിലെത്തുക എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ പ്രയോറിറ്റി. രാമൻ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നം എടുത്ത് തലയെ വെക്കുന്ന പോലെയാണല്ലോ. ഇതിന്റെ പേരിൽ ഗൗതം പോലും രാമനോട് കയർക്കുന്നുണ്ടെങ്കിലും രാമൻ പറയുന്നത് ഇവന്റെ ആധാർ കാർഡ് പോലീസിന് കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അവരുടെ കൂടെ പോകാതിരിക്കാൻ പറ്റില്ല എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തത്തിൽ ഇവരും പെട്ടു എന്ന് പറയാം. ഇനിയിപ്പോൾ പോലീസുകാരുടെ കൂടെ പോയേ പറ്റുള്ളൂ. അങ്ങനെ ഓഫീസേഴ്സ് രണ്ടുപേരും ബൈക്കിലും അവരെ പിന്തുടർന്ന് നമ്മുടെ രാമനും ഗൗതവും ജുംബയും ഇവരുടെ കാറിലും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആ സ്ത്രീ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഈ പറയപ്പെടുന്ന സ്ഥലം ഏറെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ക്രിമിനൽസ് ഒക്കെ ഒരുപാടുണ്ടെന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും റിസ്ക് എടുക്കാൻ തീരുമാനിച്ചവരെല്ലാം അങ്ങോട്ട് പോവാണ്. ശരിക്കും രാമന്റെ ആധാർ കാർഡൊന്നും പോലീസുകാർ വാങ്ങി വെച്ചിട്ടില്ല. എന്നിട്ടും ജുംബയെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റിന്റെ പേരിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇവന്റെ ബ്രദറിനോട് കള്ളവും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. രാമൻ നല്ലവനാ, ഒന്നുമില്ലെങ്കിലും ഇവളെ സഹായിക്കണമെന്ന് കരുതുന്നുണ്ടല്ലോ. ഗൗതം മോശക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊന്നും ഇവരെ സമ്മതിക്കുന്ന മാറ്റർ അല്ലല്ലോ. ഗൗതമിന് പ്രധാനം ഗൗതമിന്റെ അമ്മ ഓക്കെ ആയിരിക്കുക എന്നുള്ളതാണ്. പുള്ളിക്കാരിയുടെ വിവാഹത്തിന് മുമ്പ് അവരുടെ 2 മക്കളും അവരോടൊപ്പം ഉണ്ടാവണമെന്ന് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അമ്മയുടെ ആഗ്രഹം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഗൗതം ആകെ അപ്സെറ്റാണ്. അങ്ങനെ പോലീസുകാരെ ഫോളോ ചെയ്ത് ഇവരും പോകുന്നു. മെയിൻ റൂട്ടൊക്കെ മാറി ഒരു ഗ്രാമപ്രദേശത്തേക്ക് കടന്നു. രാമൻ ജുംബയോട് അവളുടെ ജോലി, നാട്, വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ റോഡ് പണി, വീട് പണി ഇങ്ങനെയൊക്കെ കിട്ടുന്ന ജോലിക്കൊക്കെ പോകും. അങ്ങനെ കിട്ടുന്ന തുച്ഛമായ തുകയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇവൾക്ക് ഇപ്പോൾ ഇവളുടെ മകൾ മാത്രമേ ഉള്ളൂ, ചമ്പ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ജയിലിലാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ കോൺട്രാക്ടർ എന്തോ കേസിൽ കുടുക്കിയതാണത്രേ. എന്ത് കേസാണെന്നൊക്കെ രാമൻ വിശദമായിട്ട് ചോദിച്ചപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത ഗൗതം കാറിൽ പാട്ടുറക്കെ വെച്ചു. വീണ്ടും കുറേ ദൂരം മുന്നോട്ട് പോകുന്നു. കുറേ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിന് ഒരുമാതിരി ഉറക്കം വന്നിട്ട് വണ്ടിയുടെ കൺട്രോളൊക്കെ പോകുന്നുണ്ട്. ഉടനെ രാമൻ അവനോട് വണ്ടി ഒതുക്കാൻ പറഞ്ഞിട്ട് രാമൻ ഡ്രൈവ് ചെയ്യുന്നു. ഇവരിങ്ങനെ സീറ്റ് ഷിഫ്റ്റ് ചെയ്ത സമയം കൊണ്ട് പോലീസുകാർ കുറേ ദൂരം പോയിരുന്നു. മുന്നോട്ട് ഒരൊറ്റ റൂട്ടേ കാണുന്നുള്ളൂ. ആ വഴി കുറേ ദൂരം പോയെങ്കിലും അവിടെ എങ്ങും പോലീസുകാരെ കാണുന്നില്ല. അവരൊരുപാട് മുന്നിലെത്തിയിട്ടുണ്ടാവാം. ഇതിനിടെ ജുംബയുടെ സുഹൃത്ത് അവൾക്കൊരു വോയിസ് നോട്ട് അയക്കുന്നുണ്ട്. അതിൽ പറയുന്നത് അവിടെ പോലീസ് ജുംബയെ തിരക്കി വരുന്നുണ്ട്. അവൾ കയറിപ്പോയ ട്രെയിനൊക്കെ അവർ കണ്ടെത്തി. ജുംബയുടെ ഫോട്ടോസും പോലീസിന്റെ പക്കലുണ്ട്. അവരുടെ കണ്ണിപ്പെടാതെ എത്രയും വേഗം എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് പോലീസ് തിരയുന്ന വ്യക്തിയാണ് ജുംബ. ജുംബയെ എന്തുകൊണ്ടോ പോലീസ് തിരയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പുള്ളിക്കാരി വല്ല ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വീണ്ടും കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവിടെ ചെക്കിങ് നടത്തുന്നുണ്ട്. ഇവരെ മൂവരെയും കാറിൽ നിന്ന് ഇറക്കി ഇവരാരാ, എന്താ, ഏതാ സംഭവം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടെ ആ പോലീസുകാരുണ്ടല്ലോ ബൈക്കിൽ പോയവർ, അവർ തിരിച്ചു വരുന്നുണ്ട്. ഇവരെല്ലാം തങ്ങളുടെ കൂടെയുള്ള ആളുകളാണെന്ന് പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞിട്ടും ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇവരെ വിടാൻ തയ്യാറാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഇൻസിഡന്റുകളില്ലേ, നമ്മുടെ ജുംബയാണെങ്കിൽ രാമനെ പിടിച്ച് ഇവനാണ് കുഞ്ഞിനെ മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവങ്ങൾ, അക്കാര്യം
കാര്യങ്ങളൊക്കെ ആരോ വീഡിയോ റെക്കോർഡ് ചെയ്ത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഘം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഓഫീസേഴ്സും അങ്ങ് കയർക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ ഈ പോലീസുകാർ ഉൾപ്പെടെ അവരോട് തർക്കിച്ച് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇവരെയും കൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറേ കൂടെ ദൂരം ട്രാവൽ ചെയ്ത് ആ ചായക്കടക്കാരൻ പറഞ്ഞ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവരുണ്ടാവാൻ സാധ്യതയുള്ള ലൊക്കേഷനിലെത്തി. ഗൗതം ഒഴികെ ബാക്കി എല്ലാവരും അകത്തേക്ക് പോയി. ആകെ മൊത്തത്തിലൊരു പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലമാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ ഏതാ സംഭവം എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഒരു സ്ത്രീ ഇവരെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പോലീസ് അവളെ ചേസ് ചെയ്ത് വരുമ്പോൾ അവൾ ഓടി വരുന്നത് നമ്മുടെ ഗൗതമിന്റെ മുന്നിലേക്കാണ്. ഗൗതം അവളെ പിടിച്ചു നിർത്താൻ നോക്കി. അവനെയും തള്ളി മാറ്റി അവൾ അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൈ കിട്ടിയ സാധനം എടുത്ത് അവൾക്ക് നേരെ ഒരൊറ്റ ഏറ് കിട്ടിയതും പുള്ളിക്കാരി വെപ്രാളത്തിൽ ഒട്ടും ബലമില്ലാത്ത പലകയിലോട്ട് നടന്നു കയറി അത് പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണ് അങ്ങനെ ആ സ്ത്രീ മരണപ്പെടുവാണ്. ഈ പാതിരാത്രി ഇവിടെ വരെ ഈ സ്ത്രീയെ കണ്ടുപിടിക്കാൻ വന്നിട്ട് അവസാനം അവരെ ജീവനോടെ പിടിക്കാൻ പറ്റിയില്ല. അവരെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഇടപെട്ട നമ്മുടെ ഗൗതം കൊലക്കേസിൽ പ്രതിയുമായി. ഇതിപ്പോൾ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, ക്രിമിനലിനെ അന്വേഷിച്ച് വന്നപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണ്, അവരൊരു ക്രിമിനലാണ് എന്നൊക്കെ വാദിച്ചാൽ പോരാ, തെളിയിക്കാൻ പറ്റണം. ആ സ്ത്രീ ഒരു ക്രിമിനലാണെന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഒരു ഹോപ്പുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഗൗതമിന് പണിയാണ്. ഇങ്ങനെയൊക്കെ ആയതോടെ നമ്മുടെ രാമനാവട്ടെ ആ സ്ത്രീ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലം മുഴുവൻ വിശദമായിട്ടൊന്ന് തിരയാം, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കത്തില്ല, എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുമെന്ന് പറഞ്ഞ് പോലീസുകാരെ കൊണ്ട് നിർബന്ധിച്ച് അതിനകത്ത് പോയി തിരയുന്നുണ്ട്. അങ്ങനെ തിരഞ്ഞു വരുമ്പോൾ അതിനകത്തുനിന്ന് ഒരു റീഹാബ് സെന്ററിന്റെ കാർഡ് കിട്ടി. അച്ചേലാൽ എന്നൊരാളുടെ കാർഡാണ്. കടുത്ത മദ്യപാനി, ലാസ്റ്റ് 3 ദിവസം മുമ്പ് ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 ദിവസം മുമ്പ് റീഹാബ് സെന്ററിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടുള്ള അച്ചേലാലിന്റെ കാർഡ് ഇവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് പിന്നിൽ അച്ചേലാലിന് എന്തോ കൈയുണ്ടല്ലോ. അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യണം? ഈ അച്ചേലാൽ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനാദ്യം ഈ റീഹാബ് സെന്ററിലേക്ക് പോകണം, അയാളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. നമ്മുടെ ജുംബയാണ് ആദ്യം ഈ കാർഡ് കാണുന്നത്. പുള്ളിക്കാരി പോലീസുകാരനോട് ഇക്കാര്യം പറയാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ വേറൊരു ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് ഇന്ന പോലെ നമ്മുടെ ജുംബയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇവളെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, ഇവളെന്തോ ക്രൈം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, എത്രയും വേഗം ഇവളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. ഇത് കേട്ടതും ഒട്ടും സമയം കളയാതെ ജുംബ അവിടെ നിന്ന് ഇറങ്ങിയ ഒറ്റ ഓട്ടം. എന്തോ ഉഡായിപ്പ് പരിപാടിയാണ്. ഇപ്പൊ പോലീസിന്റെ മുന്നിൽ ചെന്ന് വിട്ടാൽ ഇവളുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവർ ഇവളെ അറസ്റ്റ് ചെയ്യും. ജുംബ ഓടി ഗൗതമിന്റെ കാറിനടുത്ത് നിന്ന് അവളുടെ ബാഗും എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആരോ അവളെ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നുണ്ട്. തൊട്ടടുത്ത സീനിൽ അവൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസുകാർ പറയുന്നത്. ജുംബ എന്ത് ക്രൈമാ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളിക്കാരി മോഷ്ടിച്ചു, ഒരുപാട് പൈസ മോഷ്ടിച്ച് കടന്നു കളഞ്ഞതാണ്. അവൾക്ക് ജോലി കൊടുത്ത ആളുടെ അടുത്തുനിന്ന് പൈസ മോഷ്ടിച്ച് കടന്നു കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ച് നാടകം കളിക്കുമായിരുന്നു അത്രേ. ഒരു പക്ഷേ ഇവളുടെ ആളുകൾ തന്നെ ആയിരിക്കും കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയത്. എല്ലാം അവളുടെ നാടകമായിരുന്നു എന്ന് പറയാണ് പോലീസുകാർ. ഇതിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗൗതം പെട്ടു. ഒരു കൊലപാതകം ചെയ്തിട്ട് നിൽക്കുമല്ലേ, അബദ്ധം പറ്റിയതാണെങ്കിലും പെട്ടു. ഇതെങ്ങനെങ്കിലും ഒതുക്കി തീർക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഈ 2 പോലീസുകാർ മാത്രമേ ഇക്കാര്യം കണ്ടിട്ടുള്ളൂ. വേറെ ആരും അറിയാതെ ഇതങ്ങ് ഒതുക്കി തീർക്കാൻ അവരെ കൊണ്ട് പറ്റും. രാമൻ ഇവരുടെ പക്കലുള്ള അത്രയും പൈസയും ഗൗതമിന്റെ കയ്യിലുള്ള വാച്ചും ഒക്കെ എടുത്ത് പോലീസുകാർ കൊണ്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒതുക്കി തീർക്കണമെന്ന് പറഞ്ഞു. അവരും കൂടുതൽ പ്രശ്നമൊന്നും നിന്നില്ല. സന്തോഷത്തോടെ കിട്ടിയത് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഇത് അവർ നോക്കിക്കോളാം, പൊക്കോളാം പറഞ്ഞു. ഇത്രയൊക്കെ ആയതോടെ ഗൗതം ആകെ പൊളിഞ്ഞിരിക്കുവാണ്. കയ്യിലുള്ള പൈസ പോയി, ഒരു കൊലപാതകം ചെയ്തു, എല്ലാം രാമന്റെ നിർബന്ധം കാരണം. ആരെന്ന് പോലും അറിയാത്തൊരു കള്ളിയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് ഉള്ള പണി മുഴുവൻ ഇവർ വാങ്ങിയില്ലേ? ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇനി എന്ത് ന്യായമാണ് ഇവന് പറയാനുള്ളതെന്ന് ചോദിക്കുവാണ്. ഓൺ ദ വേയിൽ കാർ ഒതുക്കാൻ പറഞ്ഞിട്ട് അവള് ജുംബ ഒരു കള്ളിയല്ലെന്ന് പറയുവാണ് രാമൻ. ഗൗതമിന് പിന്നെ അങ്ങ് ദേഷ്യമായി. ഇതെന്തോന്നത്, ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടും പിന്നെ ഇവൻ അവളെ ന്യായീകരിക്കുന്നു. രാമൻ ഇടയ്ക്കിടെ കാറിന്റെ ബാക്കിലേക്ക് നോക്കുന്നുണ്ട്. ഗൗതമിന് കാര്യം പിടികിട്ടി. നേരെ ചെന്ന് ഡിക്കി തുറന്ന് അതിനകത്ത് ഒളിച്ചിരുന്ന നമ്മുടെ രാമൻ അതിനകത്ത് ഒളിപ്പിച്ച് ജുംബയെ പുറത്തിറക്കുവാണ്. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും രാമൻ പിന്നെയും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ ഗൗതമിന് ഇഷ്ടപ്പെടുവോ? രണ്ടാളും ജുംബയുടെ പേരും പറഞ്ഞ് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നുണ്ട്. രാമൻ പറയുന്നതാവട്ടെ ഈ ജുംബ ഒരു കള്ളിയൊന്നുമല്ല, അവളെ കുടുക്കിയതാണ്, അവളുടെ കോൺട്രാക്ടർ അവളുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തതാണെന്നൊക്കെയാണ്. ഇതെന്തോന്ന് ഇവൻ ഇങ്ങനെ? ഇവള് പറയുന്നതെല്ലാം വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങുവാണല്ലോ. വാട്ട് ഇഫ് അവൾ പറയുന്ന കള്ളമാണെങ്കിലോ, ഇവരെ അവൾ പറ്റിക്കുവാണെങ്കിലോ, പോലീസുകാർ പറയുന്ന പോലെ ഇവളൊരു കള്ളിയാണെങ്കിലോ? ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും ഇതൊന്നും മൈൻഡാക്കാതെ രാമൻ അവളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു. നഖശികാന്ത് ഗൗതം എതിർത്തോടെ ജുംബ അവളുടെ സാധനങ്ങൾ എടുത്ത് അവളുടെ കൊച്ചിനെ അവൾ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോവാണ്. ഒട്ടും താമസിച്ചില്ല രാമനും ഇവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഗൗതമിന്റെ സഹായമേ വേണ്ടെന്ന് പറഞ്ഞ് ജുംബയുടെ പിന്നാലെ പോകുന്നു. ഗൗതവും പിന്നാലെ ചെന്ന് രാമനോട് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ രാമൻ അവന് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവളെ രാമന് നഷ്ടമായി. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഇൻസിഡന്റ് ആണ്, ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ട് നടക്കുവാണ്. അന്ന് രാമൻ ആകെ തകർന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവന് വേണ്ടിയിരുന്നത് അവന്റെ തോളിലും തട്ടി അവനെ ആശ്വസിപ്പിക്കുന്ന ഒരാളെയാണ്. എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞാലും പണം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും ചില അവസരത്തിൽ നമുക്കൊക്കെ വേണ്ടത് ഇങ്ങനെ ഒരു സപ്പോർട്ടാണ്. അന്ന് രാമന്റെ ആ അവസ്ഥയിൽ രാമന്റെ പ്രശ്നം മനസ്സിലാക്കി അവന്റെ ഇഷ്യൂസ് മനസ്സിലാക്കി അവനെ സപ്പോർട്ട് ചെയ്യാൻ ഗൗതമിന് പറ്റിയില്ല. ഗൗതം ആകെ അവിടെ ഇവിടെയും കുറെ പൈസ കൊണ്ട് പൊട്ടിച്ചു, ആ പ്രശ്നം അങ്ങനെ ഇങ്ങനെ തീർക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ആ ഒരു വഴിക്ക് അങ്ങ് പോയി. പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഗൗതം ചെയ്തു. അന്ന് സംഭവിച്ച ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് പണം കൊണ്ട് എല്ലാത്തിനെയും അളക്കാൻ പറ്റില്ല, മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റണം, അതിന് മനസ്സിൽ സ്നേഹം ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അങ്ങ് ഇമോഷണലായി രാമൻ മുന്നോട്ട് നടന്നു പോകുന്നു. ഇതൊക്കെ കേട്ടതും ഗൗതമും അങ്ങ് ഡൗൺ ആവുന്നുണ്ട്. പുള്ളിക്കാരനാകെ അങ്ങ് വിഷമമായിട്ട് രാമൻ പറയുന്ന പോലെ എന്തായാലും ഇത്രയൊക്കെ ആയി, ജുംബയെ സഹായിച്ചേക്കാമെന്ന് തീരുമാനിച്ച് അവരുടെ പുറകെ പോവാണ്. അങ്ങനെ രാമനെയും ജുംബയെയും കാറിൽ കയറ്റി അവൾക്ക് കിട്ടിയ ആ ഒരു കാർഡിൽ പറയുന്ന റീഹാബ് സെന്ററിലേക്ക് പോവാണ് ഇവര്. വെളുക്കുവോളം ട്രാവൽ ചെയ്ത് ഒരു ഗ്രാമത്തിലെത്തി. പ്രോപ്പറായിട്ട് റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലമാണ്. ലൊക്കേഷൻ ഒന്നും കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങി ആരോടെങ്കിലും ചോദിക്കാന്ന് കരുതി നിൽക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം കൂടി ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. സംഭവം ആ ഫോറസ്റ്റുകാർ കാണിച്ച വീഡിയോ ഇല്ലേ, കുഞ്ഞിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ചത് ഇവരാണെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ആ വീഡിയോ ഇവരും കണ്ടിട്ടുണ്ടായിരുന്നു. ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. ഒരുമാതിരി കച്ചറ പിള്ളേർ കൂട്ടങ്ങ് ബഹളം
ഉണ്ടാക്കാൻ തുടങ്ങി. ഒന്ന് പറഞ്ഞ് രണ്ടിന് കൈ വെക്കുന്ന ചില മൊണ്ണകളെ കണ്ടിട്ടില്ലേ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ. അങ്ങനെ ബോധവും പൊക്കണവും ഇല്ലാത്ത ഷോ ഇറക്കാൻ നിൽക്കുന്നവർ ഇവരെ അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. കിട്ടിയ ഗ്യാപ്പിൽ നമ്മുടെ ജുംബ ഇറങ്ങിയ ഒറ്റ ഓട്ടം. ഗൗതമും രാമനും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഊമാരൊന്നും വഴങ്ങുന്നില്ല. ഒരു വിധത്തിൽ ഈ ബോധമില്ലാത്തവന്മാരെല്ലാം തള്ളി നീക്കി ഇവർ രണ്ടാളും കാറിൽ കയറി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദേ ജുംബ ഓടി പോകുന്നു. നല്ല ആളാ, അടിയെന്ന് എഴുതി കാണിക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരി ഓടി. ഇതൊക്കെ കാണുമ്പോൾ ഇവരെ അങ്ങോട്ട് വിശ്വസിക്കാനും തോന്നുന്നില്ല. അവളെയും കാറിൽ കയറ്റി കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ രാമൻ അവളുടെ ബാഗിൽ നിന്ന് ഒരു കെട്ട് നോട്ട് കണ്ടുപിടിക്കുകയാണ്. ഇത്രയും പൈസ ഇവൾക്ക് എവിടെ നിന്ന് കിട്ടിയാന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവൾ ജോലി ചെയ്ത് സേവ് ചെയ്ത് വെച്ചതാണ്. ഇവൾ പറഞ്ഞ കഥയുമായിട്ട് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. ഇവളുടെ കോൺട്രാക്ടറുകൾക്ക് പൈസ കൊടുക്കാതായതോടെ ഇവള് അവിടുന്ന് രക്ഷപ്പെട്ടു വരുമായിരുന്നു. അതിന്റെ പേരിൽ കോൺട്രാക്ടറുകൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണെന്നൊക്കെയാണ് ഇവൾ പറഞ്ഞത്. ഇത്രയും പൈസയും കൈവച്ചിട്ട് ഈ പറഞ്ഞു നോക്കണം. മാത്രമല്ല ജുംബയുടെ ബാഗിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടി. അതിനകത്ത് ജുംബദേ ഏതോ പണക്കാരന്റെ കൊച്ചിനെ എടുത്ത് കളിപ്പിക്കുന്നു. ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അത് ഇവളുടെ കുഞ്ഞല്ല, ഏതോ പണക്കാരന്റെ കുഞ്ഞാണ്. തൊട്ടിലൊക്കെ ഉണ്ട്, അത്യാവശ്യം വിലപിടിപ്പുള്ള തൊട്ടിലൊക്കെയാണ്. മാത്രമല്ല കൊച്ചിട്ടിരിക്കുന്ന ഡ്രസ്സ് കാണുമ്പോഴും അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പോലീസിന് കിട്ടിയ ഇൻഫോർമേഷൻ ശരിയാവാനാണ് സാധ്യത. ഇവൾ ആരുടെയോ കുഞ്ഞിനെയും തട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഒരുപക്ഷെ ഇവളുടെ ആളുകൾ തന്നെയായിരിക്കാം ഇവളുടെ ഇന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത്. എല്ലാം ഇവളുടെ പ്ലാൻ ആയിരിക്കാം. അല്ലെങ്കിൽ അവിടെ അടി നടക്കുമ്പോൾ അടിയെന്ന് എഴുതി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഓടേണ്ട ആവശ്യം എന്താണ്? ചാൻസ് കിട്ടിയ അപ്പം മുങ്ങും. വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്വഭാവം. രാമനും അങ്ങ് സംശയമായി. സംശയത്തോടെ അവൻ ഇവളെ ചോദ്യം ചെയ്യുമ്പോൾ ആ ഗ്രാമത്തിലുള്ളവന്മാർ ഇവർക്ക് പിന്നാലെ ചേസ് ചെയ്തു വന്ന് ഇവരുടെ കാറിന് നേരെ കല്ലൊക്കെ പറക്കിയെറിയുന്നു. വൻ ബഹളം, ആകെ മൊത്തം സീൻ. ഒരു തരത്തിൽ ഇവരെ ഇവിടുന്ന് പുറത്തു പോകാൻ സമ്മതിക്കരുത് എന്നുള്ള രീതിയിലാണ് അവർ. ഗ്രാമത്തിലുള്ള മൊത്തം ബൈക്കുകളും ട്രാക്ടറും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ആകെ മൊത്തം വൻ വിഷയം. അവർക്കാണല്ലോ അഡ്വാൻറ്റേജ്, അവരുടെ നാടാണ്, വഴിയൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇവരാണെങ്കിൽ ഇത് എങ്ങോട്ടാ പോകുന്നത്, ഏത് വഴി പോയാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പോലും അറിയാതെ വണ്ടി ഓടിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ മാക്സിമം സ്പീഡിൽ ഓടിച്ച് ചേസ് ചെയ്ത് വന്നവരെയൊക്കെ ഇടിച്ചിട്ടും ഇവർ കുറേ മുന്നോട്ട് ചെന്നപ്പോൾ ജുംബയുടെ ഫോണിലേക്ക് ആരോ വിളിച്ചു. ഈ ബഹളത്തിനിടെ ഫോൺ നമ്മുടെ രാമന്റെ കയ്യിലായിരുന്നു. കോൾ എടുത്തപ്പോൾ അത് ജുംബയുടെ ബ്രദറാണ്. അവൻ പറയുന്നതാവട്ടെ പോലീസ് ജുംബയുടെ ബ്രദറിനെയും തിരക്കുന്നുണ്ട്. ഈ ജുംബ ഏതോ ഒരു പണക്കാരന്റെ കൊച്ചിനെ മോഷ്ടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ. ആഹാ, സൂപ്പർ ആയിട്ടുണ്ട്, പൊളിഞ്ഞല്ലോ, എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ. ഇവളൊരു പക്ക കള്ളിയാണ്. ഈ കള്ളിക്ക് വേണ്ടിയാണ് രാമൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്. അവന്റെ ഒരു ഫീലിങ്സ് ഒക്കെ ആവാം, എന്നാൽ കൂടെ നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൂടെ? ഇതാണ് പലരുടെയും പ്രശ്നം. ആവശ്യമില്ലാത്തടത്ത് ചുമ്മാ ഓവർ ആവാൻ പോയിട്ട് ഇപ്പൊ പോയപ്പോൾ ആർക്ക് പോയി? ഇത്രയൊക്കെ ആയിട്ടും ജുംബ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവളുടെ ബ്രദർ ഒരു ബോധമില്ലാത്തവനാ, അവൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുവാണ്. ഒരു സൈഡിൽ ഇവള് എങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവള് സമ്മതിക്കുന്ന ലക്ഷണമില്ല. അപ്പുറത്തുനിന്ന് ഗ്രാമത്തിലുള്ള ഒരു ട്രാക്ടറിൽ തോക്കൊക്കെ ആയിട്ട് ഇവർക്ക് നേരെ വരുന്നു. കാർ വെട്ടിച്ച് മാറ്റി കണ്ണി കണ്ട വഴിയിലൂടെ കാർ ഓടിച്ച് പോകാൻ ശ്രമിച്ചെങ്കിലും അതിനിടെ നമ്മുടെ രാമന് വെടികൊള്ളുന്നുണ്ട്. അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവളെ സഹായിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ സ്വന്തം വീട്ടിലെ കാര്യം, സ്വന്തം അമ്മയുടെ കാര്യം പോലും മാറ്റിവെച്ച് വന്നതാണ്. അവസാനം ഇങ്ങനെ തെരുവ് പട്ടികളെ പോലെ കിടന്ന് ചാവേണ്ട അവസ്ഥയായല്ലോ. പാവം നമ്മുടെ ഗൗതവും കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഏതൊക്കെയോ വഴിയിലൂടെ കാർ ഓടിച്ച് കയറ്റി ഇവരെ ചേസ് ചെയ്ത് വരുന്നവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ കൊണ്ട് കാർ ഒതുക്കുന്നുണ്ട്. പാവം രാമന്റെ അവസ്ഥ കണ്ടില്ലേ? പുള്ളിക്കാരന്റെ അവസ്ഥ കണ്ട് ജുംബയ്ക്ക് ഒരുമാതിരി വിഷമമായിട്ട് അവൾ ഇവനെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ ഗൗതം അവളോട് ദേഷ്യപ്പെട്ടു. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? നട്ടാ നുണയ്ക്കാത്ത കള്ളവും പറഞ്ഞ് ഇവരെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ട് അവൾ സഹായിക്കാൻ വന്നിരിക്കുന്നു. ഗൗതം ദേഷ്യപ്പെട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ജുംബ ആവട്ടെ അവളുടെ ഡ്രസ്സ് മാറ്റി വയറ് കാണിച്ചു കൊടുത്തു. സിസേറിയൻ ചെയ്തതിന്റെ പാടുണ്ട് അവിടെ. അത് ഇവളുടെ കുഞ്ഞു തന്നെയാണ്. പൈസയ്ക്ക് വേണ്ടി സമ്പന്നരുടെ കൊച്ചുങ്ങളെ നോക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ മിസ്സായിരിക്കുന്ന ചമ്പ ഇവളുടെ കുഞ്ഞു തന്നെയാണ്. ഇവൾ പ്രസവിച്ച ഇവളുടെ കുഞ്ഞു തന്നെയാണെന്ന് പറയാണ്. മാർക്കൊക്കെ കാണിച്ചു കൊടുത്ത സ്ഥിതിക്ക് പുള്ളിക്കാരി പറയുന്നത് സത്യമാണെന്ന് ഇവർക്കും തോന്നി. അവൾ അവളുടെ ഷോൾ എടുത്ത് നമ്മുടെ രാമന്റെ ചെസ്റ്റിൽ വെടികൊണ്ടെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഗൗതം അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയാൻ ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദേ ഗ്രാമത്തിലുള്ള കുറച്ച് പേര് വന്ന് ഇവരെ കാറിൽ നിന്ന് വലിച്ചു പുറത്തിറക്കുന്നു. കൂടുതൽ ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കുന്നില്ല. പോലീസിനെ പോലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇവന്മാര് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നവരാണെന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജുംബ ലിവറും കൊണ്ട് ഇറങ്ങി ചെന്ന് കിട്ടിയ വാക്കിന് അവന്മാരെ തല്ലി. ഉടനെ ഗൗതവും കിട്ടിയ കമ്പിയെടുത്ത് അവന്മാരെ എല്ലാം തല്ലി ഓടിച്ചു. എത്രയും വേഗം രാമനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഒട്ടും വയ്യാതായി അവൻ കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ ഇവരുടെ പക്കൽ ആവശ്യത്തിന് വെള്ളം പോലുമില്ല. അവന്റെ ഈ അവസ്ഥ കണ്ട് ഗൗതമിന് ഒത്തിരി അങ്ങ് വിഷമമായി, കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഗൗതമിന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം പുള്ളിക്കാരൻ നേരിടുന്നത്. ഇതുവരെ പുള്ളിക്കാരൻ വേറൊരു മെന്റാലിറ്റിയിലായിരുന്നു. എല്ലാം പൈസ കൊടുത്ത് ഒതുക്കാം, പൈസയാണ് എല്ലാം എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു. സ്നേഹബന്ധത്തിന്റെ വില ആദ്യമായി മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. എങ്ങനെയും ഇവനെ ജീവനോടൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ദേ പിന്നെ അവന്മാര് ചേസ് ചെയ്തു വരുന്നു. ഇവരൊന്നും കിട്ടിയത് പോരെ, നിയമം കയ്യിലെടുക്കാൻ ഇവനൊക്കെ ആരാ അധികാരം കൊടുത്തതെന്നൊക്കെ നമുക്ക് തോന്നാം. 10-20 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടിന് അടിക്കാൻ തീർക്കാവുന്നുള്ള മെന്റാലിറ്റി തന്നെയാണ്. കുട്ടി മെന്റാലിറ്റിയാണ്. വലിയ കാര്യമൊന്നുമില്ലാത്ത കുറേ എണ്ണം. അവർക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുന്ന കുറേ എണ്ണം. അവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കാറ് വെട്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ട്രാപ്പായിപ്പോയി. ശരിക്കും പെട്ടുപോയി. പുറകെ നിന്ന് അവന്മാർ വരുന്നുണ്ട്. മുന്നോട്ട് പോകാന്ന് വെച്ചാൽ വഴിയില്ല. രണ്ട് സൈഡിലോട്ട് പോയാലും എങ്ങനെയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും കാറ് ട്രാപ്പായി. ഇനിയിപ്പോൾ ജീവൻ വേണമെങ്കിൽ കാർ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങി പോവുക, അതേ ഉള്ളൂ വഴി. അങ്ങനെ ഇവർ രണ്ടാളും നമ്മുടെ രാമനെയും പിടിച്ചിറക്കി അവിടുന്ന് നടന്ന് മുന്നോട്ട് പോവാണ്. രാമന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊലിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇവിടെ അടുത്ത് എവിടെങ്കിലും ഒരു ഹോസ്പിറ്റൽ കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഓടി കയറി ചെന്ന് അവിടെ കിടന്ന് ആരുടെയൊക്കെയോ ഡ്രസ്സ് എടുത്ത് ഇവരിടുന്നുണ്ട്. ഇവരെ പിന്തുടർന്ന് ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു കയറ്റിയിട്ട് എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കണം. അങ്ങനെ ഗ്രാമത്തിലൂടെ കയറി ചെന്ന് അവിടെ ഒരു ബിൽഡിങ്ങിൽ ഒളിച്ചു. ഗൗതമിന്റെ അടുത്തും രാമന്റെ അടുത്തും ഇവരുടെ ഫോണുകളില്ലായിരുന്നു. ഫോണുകൾ കാറിലാണ്. ജുംബ ഇവിടുന്ന് സേഫ് ആയിട്ട് രക്ഷപ്പെട്ട് പുറത്തു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി ചെല്ലുമ്പോൾ നേരത്തെ ഇവൾക്ക് കിട്ടിയ ആ ഒരു കാർഡിൽ പറയുന്ന റീഹാബ് സെന്ററിലെ ആ റീഹാബ് സെന്ററിന്റെ ആഡൊക്കെ ഇവിടെ വോൾസിൽ ഇങ്ങനെ കാണാം. അതായത് ഇവൾ അന്വേഷിക്കുന്ന റീഹാബ് സെന്റർ ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ ചെന്ന് അച്ചേലാലിനെ പറ്റി തിരക്കിയാൽ അവനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും. ഒരു പക്ഷേ അവനാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട്
തട്ടിക്കൊണ്ട് പോയതെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. ഇവിടെ അടുത്തെങ്ങും ഹോസ്പിറ്റലില്ല. രാമനെയും കൊണ്ട് ഇപ്പോൾ പുറത്തു പോകുന്നത് സ്വയം മരണം വിളിച്ചു വരുത്തുന്ന പോലെ തന്നെയാണെന്ന് ഇവർക്കറിയാം. ജുംബയ്ക്ക് എങ്ങനെയെങ്കിലും അവളുടെ കുഞ്ഞിനെ കണ്ടുപിടിച്ചാൽ മതി എന്നാണ്. അതുകൊണ്ട് തന്നെ അച്ഛലാലിനെ പറ്റി അന്വേഷിക്കാൻ പോവാണ്, ആ ഒരു റീഹാബ് സെന്ററിലേക്ക് പോവാണെന്ന് പുള്ളിക്കാർ പറഞ്ഞിട്ട് ദയാ മാഡത്തിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആരാണ് ദയാ മാഡം എന്നല്ലേ? ദയാ മാഡമാണ് നമ്മുടെ ജുംബയുടെ ഗർഭം വാങ്ങിയത്. അതായത് ശരിക്കും ഇവള് പ്രസവിച്ചത് ഇവളുടെ കുഞ്ഞിനെയല്ല, വാടക ഗർഭധാരണമായിരുന്നു. ദയാ മാഡത്തിന് വേണ്ടി കുഞ്ഞിനെ പ്രസവിച്ച് കൊടുക്കാമെന്നായിരുന്നു ഡീല്. ലീഗൽ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തത്. പ്രസവം കഴിഞ്ഞതും ദയാ മാഡത്തിന് കുഞ്ഞിനെ കൊടുക്കുന്നതിന് പകരം ഇവള് കുഞ്ഞിനെ കൊണ്ടിങ്ങി പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞ് ഇവളുടേതാണെങ്കിലും ഇവളാണ് കുഞ്ഞിനെ പ്രസവിച്ചെന്നുണ്ടെങ്കിലും ആ കൊച്ചിൽ ഇവൾക്കൊരു അവകാശവും ഇല്ല. ഇവൾക്ക് പൈസ കൊടുത്താൽ ഇവളുടെ ഗർഭപാത്രം വാങ്ങിയ ദയാ മാഡത്തിന്റെ കുഞ്ഞാണത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആദ്യം ഇവളുടെ ഭാഗത്താണ് ന്യായമെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങനെ അല്ലെന്ന് മനസ്സിലായി. പിന്നെ അവൾ കുറെ ന്യായങ്ങൾ നിരത്തി അവൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് സ്ഥാപിച്ചു. ഇപ്പൊ ഒടുക്കന്തേ സത്യം തുറന്നു പറഞ്ഞേക്കുന്നു. ഇവൾക്ക് അവകാശപ്പെട്ട കുഞ്ഞേ അല്ല ചമ്പ. ഇതൊന്നും ചോദിച്ചും പറഞ്ഞും തർക്കിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഗൗതമും രാമനും. ജുംബ ആവട്ടെ അവളുടെ കുഞ്ഞിനെ പറ്റി തിരക്കണമെന്ന് പറഞ്ഞ ഒരു റീഹാബ് സെന്ററിലേക്കും പോകുന്നു. ഒരുപാട് രക്തം വാർന്ന് രാമൻ വീണ് പോകുമ്പോൾ വേറെ വഴിയില്ലാതെ എന്തെങ്കിലും മെഡിസിനെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് ഗൗതം പുറത്തിറങ്ങിച്ചില്ലാണ്. റീഹാബ് സെന്റർ ലക്ഷ്യമാക്കി പോകുന്ന നമ്മുടെ ജുംബയെ തിരിച്ചറിഞ്ഞവരാവട്ടെ ദേ അവളെ ചുറ്റി വളയുന്നു. ഇതേ സമയം തന്നെ എങ്ങനെങ്കിലും ഒളിച്ചും പാത്തും മുന്നോട്ട് പോകാൻ ശ്രമിച്ച നമ്മുടെ ഗൗതമിനെയും നാട്ടുകാർ കണ്ടെത്തി. കൂട്ടത്തല്ല് കൈ കിട്ടി അടിച്ച് കൊന്നേക്കുക എന്നുള്ള രീതിയിലാണ് ഇവന്മാര്. ആരെങ്കിലും തല്ലാൻ വേണ്ടി കിട്ടാൻ നോക്കിയിരിക്കുന്ന പോലെ ഗൗതമയെ ഒരു അക്ഷരം പോലും പറയാൻ സമ്മതിക്കാതെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. അവന്റെ കഴുത്തിലൂടെ കയറൊക്കെ ഇട്ട് മൃഗീയമായി അവനെ തല്ലിച്ചതച്ച് ഈവൻ സ്ത്രീകൾ പോലും ചൂലെടുത്ത് അടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അടുത്തുള്ള പോലീസുകാരൻ പണ്ടിട്ട് ജനങ്ങളെയൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളെ പോലും വകവെക്കാതെ ആൾക്കൂട്ടം ഇവനെ അങ്ങ് തല്ലിച്ചതച്ച് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. അവര് വിചാരണ നടത്തുവാണ്. നമ്മുടെ ഗൗതമിനെ കൊന്നുകളയാനാണ് ഇവരുടെ ശ്രമം. അപ്പോഴേക്കും കൂടുതൽ പോലീസുകാർ വന്നു. ജനങ്ങളെയൊക്കെ തള്ളി മാറ്റി ഒട്ടും വയ്യാതായ നമ്മുടെ ഗൗതമിനെ പിടിച്ചു മാറ്റി കൊണ്ടുപോവാണ് അവര്. ഇതേ സമയം നമ്മുടെ രാമൻ അവനെ കൊണ്ട് പറ്റുന്ന പോലെ ഉള്ള ബോധത്തിൽ പതിയെ പിടിച്ചെണീറ്റ് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തു വന്ന് നോക്കിയപ്പോൾ ഈച്ചകളൊക്കെ ചത്ത് കിടക്കുന്ന ഒട്ടും വൃത്തിയില്ലാത്ത കുറച്ച് വെള്ളം. അത് കണ്ടിട്ട് ദാഹം അകറ്റാൻ വേണ്ടി അത് കുടിക്കാനായിട്ട് ചെന്നപ്പോൾ ദാണ്ട് ഇവന്മാരെ ചേസ് ചെയ്ത് വന്നവരുടെ മുന്നിൽ ചെന്ന് പെട്ടു. ഏതാണ്ട് അപ്പോഴേക്കും നമ്മുടെ ജുംബയും നാട്ടുകാരിയും ഒക്കെ ഓടി മാറി ആ ഒരു റീഹാബ് സെന്ററിന്റെ അവിടെ എത്തുന്നുണ്ട്. ഗൗതം ഇവനെ സഹായിച്ച ആ പണ്ഡിറ്റ് എന്ന പോലീസുകാരനെയും കൊണ്ട് രാമനെ ഇരുത്തിയിടുന്നത് ചെന്നപ്പോൾ രാമൻ ഇവിടെ ഇല്ലല്ലോ, അവൻ എണീറ്റ് പോയായിരുന്നല്ലോ. ഇങ്ങനൊരു ഗ്രാമത്തിൽ ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞ് വാശി പൂണ്ട് നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് എങ്ങനെ രാമനെ കണ്ടുപിടിക്കാനാണ് ഇനിയിപ്പോൾ? ഇത്രയൊക്കെ സർവൈവ് ചെയ്ത് വന്നിട്ടും തന്റെ ബ്രദറിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലോ എന്നുള്ള സങ്കടത്തിലായി ഗൗതം. കൂടുതൽ അന്വേഷിച്ച് ചെന്നപ്പോൾ പണ്ഡിറ്റിന്റെ കൂടെയുള്ള പോലീസുകാരെ ഇവിടെ അടുത്തുനിന്നൊരു ഡെഡ് ബോഡി കിട്ടി എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ രാമന്റെ ബോഡി തന്നെയായിരിക്കും. അവൻ അത്രത്തോളം വയ്യായിരുന്നല്ലോ. ഗൗതം തകർന്ന് തരിപ്പണമായി പോയി. ഇവിടെ ജുംബയാവട്ടെ കോടാലിയൊക്കെ ആയിട്ട് റീഹാബ് സെന്റർ കയറി ചെന്ന് അച്ഛലാലിനെ പറ്റി തിരക്കുവാണ്. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അവിടുത്തെ ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യും? എല്ലാവരും പേടിച്ചു. കൂട്ടത്തിൽ ഒരു സ്ത്രീ മാത്രം ജുംബയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് ഓക്കെ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അച്ഛലാലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, പ്ലീസ് നിങ്ങൾ എവിടുന്നാ വന്നേന്ന് പറ, ആയുധമൊന്ന് മാറ്റ്. ജുംബ ദേഷ്യപ്പെട്ട് തന്റെ കുഞ്ഞിനെ അച്ഛലാൽ കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള സ്ത്രീക്കും കാര്യം പിടികിട്ടി. ഓക്കെ കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ സമാധാനപ്പെട്ട്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ പോലീസുകാരൊരു ബോഡി കണ്ടെത്തി എന്ന് പറഞ്ഞിരുന്നല്ലോ. ഗൗതം പ്രതീക്ഷ പോലെ അത് രാമൻ തന്നെയായിരുന്നു. എന്നാൽ അവൻ മരിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും ജീവനുണ്ട്. അവൻ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ആംബുലൻസ് ഒക്കെ വിളിച്ച് ആംബുലൻസിൽ കയറ്റി ഗൗതമിനെയും കൂടെ പറഞ്ഞു വിടുവാണ്. ഈ സമയത്ത് പണ്ഡിറ്റിന്റെ മേലധികാരി അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് ഇതുപോലെ എത്രയും വേഗം ജുംബയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ദയാ മാഡത്തിന് വേണ്ടി കുഞ്ഞിനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവള് കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളയുമായിരുന്നു. പിന്നെ നമ്മൾ സംശയിച്ച പോലെ ഇതെല്ലാം ഇല്ലീഗലാണ്, ഒന്നും ലീഗൽ പ്രൊസീജിയർ അനുസരിച്ചല്ല നടന്നിട്ടുള്ളത്. സോ ജുംബയെ കണ്ടുപിടിച്ച് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നാൽ അവൾ പറഞ്ഞ ദയാ മാഡവും പെടും. ഇതെല്ലാം കേൾക്കുന്ന ഗൗതം പണ്ഡിറ്റിനോട് ജുംബ ഒരു പാവമാണ്, അവളുടെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് കിട്ടുന്ന ഓർഡർ അനുസരിച്ചല്ലേ ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ, വേണ്ടത് ചെയ്തോളാം എന്ന് പറയുകയാണ് ഇദ്ദേഹം. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ആംബുലൻസ് ഡ്രൈവറുടെ ഫോൺ റിംഗ് ചെയ്തു. സീറ്റിൽ തൂക്കിയിട്ടിരുന്ന കോട്ടിന്റെ പോക്കറ്റിലായിരുന്നു ഫോൺ. അദ്ദേഹം ഗൗതമിനോട് ഫോൺ എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഗൗതം ആ കോട്ടിലുള്ള പേര് ശ്രദ്ധിക്കുന്നത്. അച്ഛലാൽ. അതായത് ഈ ആംബുലൻസ് ഡ്രൈവറിനെയാണ് നമ്മുടെ ജുംബ തിരക്കുന്നത്. അവളുടെ കുഞ്ഞ് ചമ്പയെ തട്ടിക്കൊണ്ടുപോയവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാവാം ഇവൻ. റീഹാബ് സെന്ററിലുള്ള സ്ത്രീയും അച്ഛലാലിനെ പറ്റി ജുംബയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദേ ഈ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹം അച്ഛലാൽ, പുള്ളിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഈ പുള്ളിക്കാരുടെ പേര് സുരിലി. രണ്ടുപേരും ഇവിടെ ഈ റീഹാബ് സെന്ററിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ആംബുലൻസ് ഡ്രൈവറായ അച്ഛലാൽ അവൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ സുരിലിക്കും ഒരു ജോലി വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിലും തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ വലിയ വിലയ്ക്ക് വിൽക്കുന്നതിലും വ്യക്തമായ പങ്കുണ്ട്. എവിടുന്നേലൊക്കെ ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, പിന്നെ ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി ആ കുട്ടികളെ സമ്പത്തുള്ളവർക്ക് വിൽക്കും, കുട്ടികളെ ആവശ്യമുള്ളവർക്ക് പണത്തിന് കുട്ടികളെ വിൽക്കും. ഇതിലൂടെ ലക്ഷങ്ങളാണ് ഇവരൊക്കെ സമ്പാദിക്കുന്നത്. നമ്മുടെ രാമനെയും കൊണ്ട് അച്ഛലാൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി പുള്ളിക്കാരൻ ആരോ ഒരാളോട് ഫോണിലൂടെ ഇന്നപോലെ പേപ്പർ വർക്സിനെ പറ്റി, ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നതൊക്കെ ഗൗതം കേൾക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഫേക്ക് ഡോക്യുമെന്റ്സിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. എല്ലാം പിടികിട്ടിയെങ്കിലും ഗൗതം ഒട്ടും റിയാക്ട് ചെയ്യാൻ പോയില്ല. ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം തന്റെ ബ്രദറിനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക, അവന്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ രാമനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അച്ഛലാൽ രാമന്റെ പോക്കറ്റിലൊക്കെയുള്ള സാധനങ്ങളെല്ലാം എടുത്തിങ്ങനെ മാറ്റി വരുന്ന കൂട്ടത്തിലാണ് റീഹാബ് സെന്ററിലുള്ള അച്ഛലാലിന്റെ തന്നെ കാർഡ് കാണുന്നത്. ഉടനടി അവൻ അവിടെ നിന്ന് മാറിപ്പോയി. ഇത് കണ്ട നമ്മുടെ ഗൗതവും അവന്റെ ശരീരം ആകെ മുറിഞ്ഞിരിക്കുവാണെങ്കിലും പ്രോപ്പർ ട്രീറ്റ്മെന്റ് പോലും ചെയ്യാതെ അച്ഛലാലിന് പിന്നാലെ പോകുന്നു. അച്ഛലാൽ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്തെങ്കിലും ഒരു പേരും ഡേറ്റും ഇട്ട് ഫേക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി എത്രയും വേഗം കൊച്ചിനെ കൈമാറണം. ഗൗതം ഓടിച്ചെന്നൊരു സിസ്റ്ററിന്റെ അടുത്ത് ഇവിടുത്തെ മെയിൻ ഡോക്ടർ ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറയാൻ ചെല്ലുമ്പോൾ ദേ അച്ഛലാലും ഇവിടുത്തെ മെയിൻ ഡോക്ടറിനും കൂടെ കുഞ്ഞിനെ ഒരു
സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ച് ആംബുലൻസിൽ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ്. ഗൗതം ഇടയ്ക്ക് കയറി ഇത് ഇവരുടെ കുഞ്ഞല്ല, ഇവരെല്ലാം കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ അവരെല്ലാം കൂടി ഇവനെ പിടിച്ചു മാറ്റുന്നു. ഡോക്ടറോട് പല ആവർത്തി ഈ അച്ചേലാൽ കള്ളനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ അത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഗൗതമിനെ പിടിച്ചു മാറ്റി ആംബുലൻസിന് പോകാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ്. ഇതേ സമയം റീഹാബ് സെന്ററിലായിരുന്ന നമ്മുടെ ജുംബയെ പോലീസുകാരൻ പണ്ഡിറ്റ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇല്ലീഗലായിട്ട് വാടക ഗർഭധാരണമൊക്കെ വലിയ ക്രൈമാണ്. ആ ക്രൈം ചെയ്തതും പോരാ, അവരുടെ കുഞ്ഞിനെ കൊടുക്കാതെ, ദയാ മാഡത്തിന്റെ കുഞ്ഞിനെ കൊടുക്കാതെ കുഞ്ഞിനെയും കൊണ്ട് ഓടി വന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചപ്പോൾ ജുംബ പറയുന്നതാവട്ടെ ഇവൾക്ക് ഇരട്ട കുട്ടികളായിരുന്നു എന്ന്, 2 കുട്ടികളുണ്ടായിരുന്നു എന്ന്. ഡീൽ ഒരു കുട്ടിക്ക് വേണ്ടിയായിരുന്നു. ഒരു കുട്ടിയെ ദയാ മാഡത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇവൾ കൊടുത്തു. 2 കുട്ടികളെയും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കുട്ടി ഇവളുടേതാണല്ലോ, ഇവളുടെ ചമ്പയും കൊണ്ട് ഇവൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ എങ്ങും ജുംബ ഒരു വിശ്വാസവഞ്ചന ചെയ്തിട്ടില്ല. ഇവള് പറഞ്ഞ പോലെ ദയാ മാഡത്തിന് ഒരു കുഞ്ഞിനെ കൊടുത്തു. ജനിച്ചത് ട്വിൻസ് ആയതുകൊണ്ട് ഒരു കുഞ്ഞിനെ ഇവൾ എടുത്തു. സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഇവൾക്ക് എങ്ങനെ മനസ്സ് വരും? അറ്റ്ലീസ്റ്റ് താൻ പ്രസവിച്ചതിൽ ഒരു കുഞ്ഞിനെങ്കിലും വളർത്താനുള്ള ആഗ്രഹം കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. ഇവളുടെ ഈ സങ്കടമൊക്കെ കേട്ട് ഒരുമാതിരിയായ പണ്ഡിറ്റ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് പകരം ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അച്ചേലാലിനെ അന്വേഷിച്ച് വരുന്നതും ഇവിടെ കാണുന്നത് ഈ അടി ബഹളമൊക്കെയാണ്. നമ്മുടെ ഗൗതം എങ്ങനെയെങ്കിലും ആംബുലൻസ് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. അവരൊക്കെ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നതിനിടെയാണ് പോലീസുകാരൻ പണ്ഡിറ്റ് വന്ന് കയറുന്നതും എല്ലാവരെയും സമാധാനിപ്പിച്ച് ഏതാ സംഭവം എന്ന് ചോദിച്ച് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും. ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ ഉൾപ്പെടെ പലവർക്കും ഇതിൽ പങ്കുണ്ടായിരുന്നു. എന്തായാലും പോലീസുകാരൻ കൃത്യമായി ഇടപെട്ടതുകൊണ്ട് നമ്മുടെ ജുംബയ്ക്ക് അവളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഇതെല്ലാം കണ്ട് ഗൗതമിനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതുകൊണ്ട് ഫലമുണ്ടായല്ലോ. ഏതായാലും ജുംബ ഹാപ്പി, ചമ്പയെ തിരിച്ചു കിട്ടിയല്ലോ. പുള്ളിക്കാരിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഗൗതമിനെ നോക്കി ഒന്ന് ചിരിക്കും. നമ്മളും സാറ്റിസ്ഫൈഡ്. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ബാക്കിയുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, കുഞ്ഞിനെ ഇവളുടെ കൂടെ തന്നെ നിൽക്കാൻ അനുവദിക്കുമോ? ലീഗലി ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ പ്രസവം തന്നെ ഇല്ലീഗലാണ്. ഇനിയിപ്പോൾ കോടതി എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരുപാടധികം ബുദ്ധിമുട്ടിയെങ്കിലും നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ള സാറ്റിസ്ഫാക്ഷനോടെ തൻ്റെ ബ്രദർ കോൺഷ്യസ് ആയി വരാൻ കാത്തിരിക്കുന്ന നമ്മുടെ ഹീറോ ഗൗതമിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള പല ഇൻസിഡൻറ്റുകളും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ സംഭവിച്ചിട്ടുള്ള ചില ഇൻസിഡൻറ്റുകളെ ആസ്പദമാക്കി എഴുതിയൊരു കഥയാണിത്. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി വിറ്റിരുന്ന വലിയൊരു മാഫിയ പ്രവർത്തിച്ചിരുന്നു 2010 കാലഘട്ടത്തിൽ. ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടാവാം. യഥാർത്ഥ ഇൻസിഡൻറ്റുകളെ പറ്റി പറയുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് അവൈലബിൾ ആണ്. ഗൂഗിളിൽ നോക്കിയാൽ വായിക്കാവുന്നതേ ഉള്ളൂ. ഇക്കാര്യങ്ങളെപ്പറ്റിയും സിനിമയെപ്പറ്റിയും ഒക്കെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.